പ്രിയം നിറഞ്ഞ സഹോദരിമാരെ സഹോദരങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ തന്നെ നിഷ്ഫലമായി പോകും. നമ്മൾ ഈ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, ഈ വാഷിംഗ് മെഷീനിൽ നമ്മുടെ തുണിയൊക്കെ അലക്കാറുണ്ട്. മുണ്ടും ഷർട്ടും അതുപോലെ പാൻറ്റും ഒക്കെ ഇട്ട് നമ്മൾ അലക്കാറുണ്ട്. പലപ്പോഴും പല ആളുകളും വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കിയ വസ്ത്രം കൊണ്ട് ആ വസ്ത്രം ഉണക്കിയിട്ട് നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങളുടെ നിസ്കാരം ശരിയാവില്ല. നിസ്കാരം എന്നാൽ നിങ്ങളുടെ ഓരോ ഇബാദത്തും അള്ളാഹു സ്വീകരിക്കില്ല. വാഷിംഗ് മെഷീനിൽ തുണി അലക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇബാദത്തും അള്ളാഹ്ക്ക് വേണ്ട. ഏതാണ് ഉസ്താദ് ആ കാര്യം? ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. കൂട്ടത്തിൽ 2 വയസ്സായ ആൺകുട്ടിയുടെ മൂത്രം നജസാണോ ഉസ്താദ്? പലരും ചോദിച്ചു. 2 വയസ്സായിട്ട് എൻ്റെ കുട്ടിക്ക് 1.5 വയസ്സേ ആയിട്ടുള്ളൂ. ആ കുട്ടി മൂത്രം ഒഴിച്ചു. നമ്മൾക്ക് മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, ആ കുട്ടി 2 വയസ്സാകുന്നതിന് മുമ്പ് ഒരു കുട്ടി, ആൺകുട്ടി മൂത്രം ഒഴിച്ചാൽ ആ മൂത്രം ഒന്നും നജസല്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? പലർക്കും ഇപ്പോഴും ആ സംശയം തീർന്നിട്ടില്ല. വ്യക്തമായതിൻ്റെ ഉത്തരം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. കൂട്ടത്തിൽ എല്ലാ വീട്ടിലും നിസ്കാരമുറി, ആ നിസ്കാരമുറി നിർബന്ധമാണോ? നിസ്കാരമുറി ആരുടെയൊക്കെ വീട്ടിലുണ്ടോ അവരോട് ഒരു കാര്യം ഉണർത്താനുണ്ട്. ഇക്കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആപത്ത് വരും. ഏതാണ് ആ കാര്യം? വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാം. ഉസ്താദെ, ഈ പെണ്ണുങ്ങളായ ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ നിസ്കാര കുപ്പായം ഇട്ട് തന്നെ നിസ്കരിക്കണോ? നിസ്കാര കുപ്പായം, ആ വെളുത്ത നിസ്കാര കുപ്പായം ഉണ്ടല്ലോ, അതിട്ട് നിസ്കരിച്ചാലേ നിസ്കാരം ശരിയാകുകയുള്ളൂ? അതോ വേറെ ചുരിദാറോ സാരിയെ കൊടുത്ത് നിസ്കരിച്ചാൽ കുഴപ്പമുണ്ടോ? പലർക്കുമുള്ള ഒരു സംശയമാണ്. അപ്പൊ ഇതുപോലെ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അവസാനം വരെ കാണാൻ മറന്നു പോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്. എല്ലാം പടച്ചവൻ വിട്ടുപുറത്തും മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും സമാധാനത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് പല സംശയങ്ങളുണ്ട്. ചില ആളുകൾക്ക് ഇത് സംശയമൊന്നും ഉണ്ടാവൂല, ചുമ്മാ പണ്ട് മുതലേ ചെയ്യുന്ന രൂപത്തിൽ അങ്ങോട്ട് ചെയ്തു പോകും. പക്ഷെ അതൊക്കെ ഭീമമായ അബദ്ധമായിരിക്കും. അതിൽപ്പെട്ട ഒരു കാര്യമാണ്, ഇപ്പൊ നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ കിടക്കപ്പായയിൽ നിസ്കരിക്കാമോ? അതൊരു ചോദ്യമാണ്. കിടക്കപ്പായ, നമ്മളത് രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് ആ പായ ഉപയോഗിക്കാറുള്ളത്. പായ എന്നിട്ട് എന്താ പറയുക, ഉറങ്ങിക്കഴിഞ്ഞിട്ട് ചിലപ്പോൾ, പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, ഇന്നിപ്പോൾ എല്ലാവരും ബെഡിലാണ് കിടക്കുന്നത്. നമുക്ക് ബെഡിൻ്റെ ചർച്ചയിലേക്ക് വരാം. അപ്പോൾ പായ നമ്മളൊരു അടിസ്ഥാനമാക്കി പറയുക. അപ്പോൾ ആ പായയിൽ നമ്മളൊരു പുതപ്പ് വെച്ചിട്ടുണ്ടാകും, ഒരു തലയണ വെച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടാവാം. എന്നിട്ട് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അതിങ്ങനെ ചുരുട്ടി അവിടെ വെക്കും. എന്നിട്ട് പിറ്റേന്ന് പിന്നെ നമ്മൾ ഉറങ്ങാൻ നേരത്ത് അതൊന്ന് വിരിച്ചിട്ട് അതിൽ കിടന്നുറങ്ങും. അപ്പോൾ കിടക്കപ്പായ, കിടക്കാൻ വേണ്ടി മാത്രമാണ് ആ പായ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് നിസ്കരിക്കാമോ? അതാണ് ചർച്ച. ഇപ്പോൾ നമുക്ക് ഫിഖിഹിൻ്റെ കിതാബൊക്കെ എടുത്തു നോക്കിയാൽ കിടക്കപ്പായയിൽ നിസ്കരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അത് നമുക്ക് നിസ്കരിക്കാം. എങ്ങനെ? അതിൽ നജസില്ല എന്ന് ഉറപ്പുള്ള കാലത്തോളം. ഇപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ മോനോ മോളോ ചെറിയ കുട്ടി അതിനകത്ത് ചിലപ്പോൾ കിടക്കാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ തന്നെ കിടക്കുമ്പോൾ ഈ നമ്മുടെ ഉറക്കത്തിൽ, ഇപ്പം നമ്മുടെ തുപ്പൽ നജസല്ല. നമ്മുടെ വായ്ക്കുള്ളിലുള്ള വെള്ളത്തിനാലുള്ള തുപ്പൽ, ഉമിനീരെന്ന് പറയാം, അത് നജസല്ല. അതിപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ വാ തുറന്ന് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തുപ്പിയെന്ന് വിചാരിക്കാം, അതൊരു പായയിലേക്ക് വീണു എങ്കിൽ നമുക്ക് അവിടെ നിസ്കരിക്കാം. കാരണം എന്താണ്? ആ തുപ്പൽ നജസല്ല. എന്നാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ആമാശയത്തിൽ നിന്നും, അതായത് നമ്മുടെ ഈ തൊണ്ട വിട്ട് ഇങ്ങനെ താഴേക്ക്, ഇവിടെ നിന്നും ചില ദ്രാവകങ്ങൾ വരും. അതാണ് ഈ ഉറക്കത്തിൽ നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മുടെയൊക്കെ നാട്ടിൽ ഈള വരിക, ഈന്ത വരിക, അങ്ങനെ പല പല വാക്കുകൾ പറയാറുണ്ട്. അങ്ങനെ അത് നജസാണ്. അത് മിക്കപ്പോഴും ഈ തലയണയിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ മുതിർന്നവരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് മുതിർന്നവർക്കും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഒരു തർത്തീബാണ്. ഇപ്പോൾ അതിന് നമ്മളിപ്പോൾ പരിഭവം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുമ്പോഴൊക്കെ നമ്മുടെ ഈ വായുടെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ചെറിയ വെള്ളം നമ്മുടെ ഈ തലയണയിലും അതുപോലെ പുതപ്പിലും നമ്മുടെ വസ്ത്രത്തിലും
ചിലപ്പോൾ നമ്മൾ ആ കിടക്കുന്ന പായയിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആ ഒരു വീണ വെള്ളം നമ്മുടെ ശരീരത്തിലോ നമ്മുടെ വസ്ത്രത്തിലോ ഉള്ള രൂപത്തിലാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാവില്ല. കാരണം അത് നജസാണ്, ശരീരത്തിന് ഉള്ളിൽ നിന്ന് വരുന്നതായതുകൊണ്ട് നജസാണ്. അതുകൊണ്ട് ഈ കിടക്കപ്പായിൽ നിസ്കരിക്കുമ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഭാര്യ ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് ആവട്ടെ, നമ്മുടെ മക്കളാവട്ടെ, അവരൊക്കെ കിടന്നുറങ്ങുന്നതാണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ അത് നജസ് ഉണ്ടെന്ന് ഉറപ്പായാൽ, ആ ഒരു വെള്ളം വീണിട്ടുണ്ടെന്ന് ഉറപ്പായാൽ അവിടെ നിസ്കരിക്കാൻ പാടില്ല. ഇനി സംശയമാണ് വീണിട്ടുണ്ടാകോ ഇല്ലയോ, അങ്ങനെ ഒരു സംശയമാണെങ്കിലും എന്താണ്, നമുക്ക് മറ്റ് പായകൾ ഉണ്ടെങ്കിൽ അതിൽ നിസ്കരിക്കലാണ് നല്ലത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നിസ്കരിക്കാൻ വേണ്ടി നിസ്കാര പായ എന്ന പായ വേണോ? ഓരോ വീട്ടിലും മുസല്ല അത് വേണോ? നിർബന്ധമാണോ? എല്ലാ വീട്ടിലും മുസല്ല നിർബന്ധമാണോ? നിർബന്ധമൊന്നും ഇല്ല. നമുക്കിപ്പോ ഒരു ചെറിയൊരു ഇപ്പോൾ ഇത് ഈ ഷോള് വിരിച്ചാണെങ്കിലും നിസ്കരിക്കാം. ശുദ്ധിയുള്ള വൃത്തിയുള്ള സ്ഥലത്ത് ഈ ഷോള് വിരിച്ചാണെങ്കിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് മുസല്ല അല്ലെങ്കിൽ നിസ്കാര പായ അത് തന്നെ വേണം എന്ന് നിർബന്ധമില്ല. ഇപ്പം ഈ സ്ത്രീകളൊക്കെ, നമ്മുടെ ഉമ്മമാരൊക്കെ നിസ്കരിക്കുന്നത് ഒരു നിസ്കാര കുപ്പായമിട്ടല്ല, നിസ്കാര കുപ്പായമിട്ട്, ആ വെളുത്ത കുപ്പായമിട്ടാണ് നിസ്കരിക്കുന്നത്. ആ നിസ്കാര കുപ്പായമിട്ട് നിസ്കരിക്കൽ നിർബന്ധമല്ല, മറിച്ച് ഔറത്ത് മറയുന്ന തരത്തിൽ ഏത് വസ്ത്രവും ധരിച്ച് നിങ്ങൾക്ക് നിസ്കരിക്കാം. ഇപ്പോൾ ഒരു സ്ത്രീ ചുരിദാർ ധരിച്ചാണ് നിസ്കരിക്കുക എന്ന് വിചാരിക്കാം. ഈ സൈഡിലെ സ്ലിറ്റ് എന്നല്ല പറയും, വെട്ട്, ആ സ്ലിറ്റൊന്നും ഇല്ലാത്ത ഒരു ചുരിദാർ നമുക്ക് മുട്ടിന് താഴേക്കുണ്ട്, അവരതിട്ടിരിക്കുന്നു, പാൻറ് ഇട്ടിരിക്കുന്നു, പിന്നെ കൈ അവരുടെ ചുരിദാറിൻ്റെ കൈ ഇത്രയുണ്ട്, നമ്മുടെ ഈ മുൻകൈ മാത്രമേ കാണുള്ളൂ, കൈ ഇത്രയുണ്ടെന്ന് വിചാരിക്കുക. പിന്നെ അവർ ഒരു നല്ലപോലെ മുടിയൊന്നും കാണാത്ത രൂപത്തിൽ തട്ടം ധരിച്ചിട്ടുണ്ട്, പിന്നെ കാലിൽ സോക്സും ധരിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ആ ചുരിദാർ ധരിച്ചാണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ നിസ്കാരം ശരിയാണ്. കാരണം അവിടെ ഔറത്ത്, മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി മുഴുവനും മറഞ്ഞാൽ മതി. അതിപ്പോൾ 2-3 വസ്ത്രം കൊണ്ടാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് മൊത്തത്തിൽ മറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ നിസ്കാര കുപ്പായം ഇടുന്നത്. നിസ്കാര കുപ്പായം ഇട്ട് നിസ്കരിച്ചാൽ പിന്നെ നമുക്ക് വേറെ അതിൽ ഒരു സംശയമില്ല. കാരണം നമ്മുടെ ഔറത്ത് മുഴുവനും മറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ ചുരിദാർ ഇട്ട് നിസ്കരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മുടെ മുഖവും മുൻകൈയും മാത്രമേ വെളിവാവാൻ പാടുള്ളൂ, ബാക്കി മുഴുവനും നമ്മുടെ മുടി ഉൾപ്പെടെ എല്ലാം മറഞ്ഞിരിക്കണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിസ്കാര പായ എന്നൊരു പായ എല്ലാ വീട്ടിലും ഉണ്ടാവൽ നിർബന്ധമൊന്നുമില്ല, ഉണ്ടായാൽ നല്ലതാണ്. അപ്പോൾ പിന്നെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ലേ വെക്കുള്ളൂ. ആ കൂട്ടത്തിലൊരു കാര്യം കൂടി പറയട്ടെ, നിസ്കാര റൂം പല പുതിയ വീടുകളിലൊക്കെ നിസ്കാര മുറി എന്ന് പറഞ്ഞെടുക്കാറുണ്ട്. നിസ്കാര മുറി സെപ്പറേറ്റ് ആയിട്ട് നിസ്കരിക്കാൻ വേണ്ടി, ഖുർആൻ ഓതാൻ വേണ്ടി തന്നെ ഒരു മുറി, അത് എടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ പല ഉമ്മമാരുമൊക്കെ അല്ലെങ്കിൽ പല ആണുങ്ങളും പുരുഷന്മാരൊക്കെ പലപ്പോഴും അതൊരു പള്ളി പോലെ വഖഫിന്റെ വർത്തമാനം പലപ്പോഴും പറയാറുണ്ട്. ഇതൊരു ഇപ്പം നമ്മളൊന്നുമില്ല, ഒരു റൂം പണിതു, എന്നിട്ട് അവിടെ നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, അതങ്ങനെ കാഷ്വലായിട്ട് പോയ കുഴപ്പമില്ല. ഇതല്ല, ഇത് പള്ളിയാണ്, ഇത് ഞാൻ പള്ളി പോലെ കരുതുന്നു, ഇത് പള്ളിയാണെന്നൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് പലപ്പോഴും അത് വഖഫായി, അത് പള്ളിയായി തന്നെ മാറാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ വർത്തമാനം ഒന്നും പറയരുത്. പിന്നെ പള്ളിയിൽ പാലിക്കേണ്ട മര്യാദകളൊക്കെ അവിടെ പാലിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് നിസ്കാരമുറി എന്നൊരു മുറി തന്നെ എടുക്കൽ പല ഉസ്താദുമാരും അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അത് വേണമെന്നില്ല. കാരണം ഇപ്പം നമുക്ക് വൃത്തിയുള്ള വീട്ടിലെ ഏത് സ്ഥലത്ത്, ഇപ്പം അടുക്കളയിൽ വേണം നിസ്കരിക്കാമല്ലോ, അടുക്കളയിൽ നിസ്കരിക്കാമല്ലോ. അവിടെ അടച്ച് വൃത്തിയാക്കി നജസൊന്നും ഇല്ല എന്ന് വിചാരിച്ചാൽ അവിടെ നിസ്കാര പായ വിരിക്കേണ്ട കാര്യമില്ല. ആ ടൈലിൽ തന്നെ നമുക്ക് നിസ്കരിക്കാം, ആ മാർബിളിൽ തന്നെ നമുക്ക് നമസ്കരിക്കാം, അവിടെ വൃത്തിയാണെങ്കിൽ, നജസൊന്നും ഇല്ല എങ്കിൽ. അപ്പോൾ ഒരു 4 മുറി ഉണ്ടെന്ന് വിചാരിച്ചാൽ ആ 4 മുറിയിലും നമുക്ക് നിസ്കരിക്കാം. ഇനിയിപ്പോൾ അങ്ങനെ വേണം, പലർക്കും പല ആഗ്രഹമാണല്ലോ. ഇപ്പോൾ വീട് വെക്കുമ്പോൾ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ നിസ്കാരമുറി വെക്കണോ? വെക്കുന്നതിൽ തടസ്സമൊന്നുമില്ല, വെക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്നൊന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. വെക്കുമ്പോൾ അത് പലപ്പോഴും ഈ പള്ളിയുടെ ഹുക്കുമിലേക്ക് പോവാൻ സാധ്യതയുണ്ട്. കാരണം പലപ്പോഴും ആളുകൾ അങ്ങനെ പറയും. ഒരാൾ വന്നിട്ട് പറയാം, ഞാനിത് പള്ളിയായിട്ട് കരുതിയിരിക്കുന്നു, ഞാനിത് പള്ളിയായിട്ട് വഖഫ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് അയാൾ പറഞ്ഞു പോയാൽ അത് പള്ളിയായി മാറും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കൂ. അങ്ങനെ വെക്കാതിരിക്കലാണ് നല്ലത് എന്നാണ് ഇന്നത്തെ കാലത്തുള്ള പല ഉസ്താദുമാരും പറയും. പണ്ടൊക്കെ അങ്ങനെ ചർച്ചയില്ലായിരുന്നു. പക്ഷെ ഇന്ന് അതൊരു നിസ്കാര മുറി പോലെ, ഒരു പള്ളിയുടെ ആകൃതിയൊക്കെ പോലെ ഖുർആൻ വെക്കാൻ ഒരു തട്ടൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ വെക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അവിടെ കുറച്ച് ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വെക്കാതിരിക്കലാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായമല്ല, പല ഉസ്താദുമാരും നമുക്ക്
ആ വിഷയം ചോദിക്കുമ്പോൾ പറഞ്ഞു തരുന്നു. പലരും നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യാറ്. നമുക്ക് എല്ലാ റൂമിലും നിസ്കരിക്കാമല്ലോ. പിന്നെ ഈ നിസ്കാര മുറി എന്ന് പറഞ്ഞാൽ ചെറിയൊരു മുറിയായിരിക്കും. അവിടെ ഇപ്പോൾ ഭർത്താവ് ഇമാമ് നിൽക്കുന്നു, ഭാര്യ, മക്കൾ. ഇനിയും ഇപ്പോൾ കൂടുതൽ അംഗങ്ങൾ വന്നാൽ എല്ലാവർക്കും കൂടി നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല അവിടെ. പിന്നെ ഒരു ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയാണ്, അവിടെ ഇങ്ങനെ നമ്മൾ ആ മുറിയിൽ തന്നെ ഇപ്പോൾ ഇങ്ങനെ വർഷങ്ങളായി ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നല്ല സ്വാലിഹീങ്ങളായ ജിന്നുകളുടെ സാന്നിധ്യം ഉണ്ടാകും. അത് പിന്നെ ഭാവിയിൽ പ്രശ്നം ഉണ്ടാകും. അങ്ങനെ പല ചർച്ചകളിലേക്കും അത് പോകാൻ സാധ്യതയുണ്ട്. എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, എല്ലാ റൂമിലും നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കലാണ് നല്ലത്. നിസ്കാരമുറി എന്ന ഒരു മുറി ഉണ്ടാവൽ നല്ലതല്ല എന്നാണ് പല ഉസ്താദുമാരും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ട് ഉചിതമെന്ന് തോന്നുന്ന രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. കാരണം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നത് ഭാവി നമ്മുടെ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ അവർക്കൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടാവാൻ പാടില്ല. ആ കാര്യം ശ്രദ്ധിക്കട്ടോ. പിന്നെ ഈ ഉമ്മമാരും സഹോദരിമാരും എല്ലാവരും ശ്രദ്ധിക്കണം. ഞാനുൾപ്പെടെ, ഞാനും എൻ്റെ വീട്ടിൽ ശ്രദ്ധിക്കണം, നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ നിസ്കരിക്കാൻ ഇപ്പോൾ ആണുങ്ങൾ പാൻറ്, ഷർട്ട്, അല്ലെങ്കിൽ ജുബ്ബ, മുണ്ട്, പെണ്ണുങ്ങൾ നിസ്കാര കുപ്പായം ഉൾപ്പെടെ മറ്റു വസ്ത്രങ്ങളൊക്കെ ഇട്ട് ധരിച്ച് നിസ്കരിക്കൂലേ. പലപ്പോഴും നമ്മുടെ ഉദൂവിന് കുഴപ്പമുണ്ടാവില്ല, നിസ്കാരത്തിനും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന വസ്ത്രം, ആ വസ്ത്രം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കില്ല. എന്താ ഉസ്താദ് അങ്ങനെ പറഞ്ഞത്? ചില വസ്ത്രങ്ങൾ ധരിച്ച് നമ്മൾ നിസ്കരിക്കാൻ പാടില്ല. ഏത് വസ്ത്രം? വാഷിംഗ് മെഷീനിൽ നമ്മൾ അലക്കിയ വസ്ത്രം ഇട്ട് നിസ്കരിക്കാൻ പാടില്ല, നിസ്കാരം ശരിയാവില്ല. എങ്ങനെ നമ്മളിപ്പോൾ എൻ്റെ ഈ കമീസ് ഇത് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടു, എൻ്റെ ഈ തൊപ്പി, എൻ്റെ ഈ ഷോള്, ഇതിലൊന്നും നജസില്ല. പിന്നെ കുറേ ഉപയോഗിക്കുമ്പോൾ വേർപ്പുണ്ടാകും, പിന്നെ പൊടികളുണ്ടാകും, അങ്ങനത്തെ അഴുക്കാണ്. നജസ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം ഞാൻ ഈ നജസ് ഇല്ലാത്ത എൻ്റെ ഈ ഷോള്, പിന്നെ ഞാൻ ധരിച്ചിരിക്കുന്ന എൻ്റെ പൈജാമ, അതുപോലെ എൻ്റെ ഈ കമീസ്, എൻ്റെ തൊപ്പി, അതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടു. ഞാനതിങ്ങനെ കഴുകിയെടുത്തു, ഞാൻ വിരിച്ചു, എനിക്കതിട്ട് നിസ്കരിച്ച കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനങ്ങനെ ഇടുമ്പോൾ എൻ്റെ വീട്ടിൽ 5 മാസം പ്രായമായ എൻ്റെ കുട്ടിയുണ്ട്, എൻ്റെ മോനുണ്ട്. ആ മോന് ധരിക്കുന്ന ഒരു നിക്കർ, കുറച്ച് നിക്കറുണ്ട്. ആ നിക്കർ പലപ്പോഴും എന്താണ്, അവന് മൂത്രം ഒഴിക്കുമ്പോൾ ആ നിക്കറിൽ പറ്റാറുണ്ട്. സ്നെഗ് ഇടാറുണ്ട്. സ്നെഗ് ഇട്ടാലും, ആ സ്നെഗിയുടെ പുറമെ നമ്മൾ ഇട്ടാലും ഈ സ്നെഗിൽ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. ആ ലീക്ക് വരുമ്പോൾ ആ നജസ്, ചിലപ്പോൾ മലമൂത്ര വിസർജനം, അത് എന്താവും, ഈ നിക്കറിലും ആവാൻ സാധ്യതയുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ആ നിക്കർ ഊരിയിട്ട് എൻ്റെ ഷോളും അതുപോലെ തന്നെ എൻ്റെ കമീസും എൻ്റെ തൊപ്പിയൊക്കെ ഇട്ടിരിക്കുന്ന ആ വാഷിംഗ് മെഷീനിലേക്ക് അവൻ്റെ നിക്കറും ഇട്ടു. ഞാനത് സെപ്പറേറ്റ് കഴുകിയൊന്നുമില്ല, നിക്കറും ഇട്ടു. അതിങ്ങനെ അലക്കി വന്നു എങ്കിൽ ആ നിക്കറിലുള്ള നജസ് എൻ്റെ ബാക്കിയുള്ള വസ്ത്രങ്ങളിലും കൂടി ആകെ ഖറാബായിട്ടായിരിക്കും എന്ത് ചെയ്യുക. ഈ വാഷിംഗ് മെഷീൻ സംവിധാനം എന്ന് പറഞ്ഞാൽ കുറെ വെള്ളം വന്നിട്ട് അതിങ്ങനെ കറക്കി കളയുന്നു, വീണ്ടും കറക്കുക. സത്യം പറഞ്ഞാൽ നജസ് അത് ഒന്നുകൂടി പുരളുകയാണ് അതിൽ ചെയ്യുക. നജസ് ഇല്ലാത്ത വസ്ത്രങ്ങൾ ആയിരിക്കണം വാഷിംഗ് മെഷീനിൽ ഇടേണ്ടത്. ഇനിയിപ്പോൾ നജസ്സുള്ള, ഇപ്പോൾ നമ്മുടെ മക്കളുടെ നിക്കർ പോലെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന അടിവസ്ത്രം, അതിലൊക്കെ പലപ്പോഴും ചിലപ്പോൾ നജസ് പറ്റിയേക്കാം. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് നമ്മൾ ഒരു പൈപ്പിൻ്റെ താഴെ വെച്ച് കഴുകണം. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ മെയിൻ പോയിന്റ്. അതാണ്, കഴുകി ശുദ്ധിയാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, കഴുകി ആ നജസ് പോയി എന്ന് ഉറപ്പാക്കിയിട്ട് വേണം നമ്മുടെ ശുദ്ധിയായ വസ്ത്രങ്ങളുടെ കൂടെ വാഷിംഗ് മെഷീനിൽ ഇടാൻ. ഇല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ നജസ്സൊന്നും ഇല്ലാത്ത നമ്മുടെ വസ്ത്രം, നമ്മുടെ മുണ്ട്, ഷർട്ട്, അല്ലെങ്കിൽ നമ്മുടെ നൈറ്റിയൊക്കെ, ചുരിദാറൊക്കെ ഇട്ടിരിക്കുന്ന ആ വാഷിംഗ് മെഷീനിലേക്ക് നമ്മളുടെ മക്കളുടെ ഒരു നിക്കർ മതി, ഒരു നിക്കറോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു അടിവസ്ത്രം, അതിൽ നജസ് ഉണ്ടെങ്കിൽ ആ ബാക്കി മുഴുവൻ വസ്ത്രത്തിലും ആ നജസ് പരണ്ട് ഒക്കെ മൊത്തം ഖറാബാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട മസലയാണ് ഇത്. അതുകൊണ്ട് നജസ്സുള്ള വസ്ത്രം സെപ്പറേറ്റ് നമ്മളൊന്നും മനസ്സിലാക്കി നോക്കുക. നജസ് ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ള, ഇപ്പോൾ നമ്മുടെ മൂത്ത മകൻ എന്ന് വിചാരിക്കുക, അവനിക്ക് 10-15 വയസ്സ് പ്രായമുണ്ട്, അവൻ ധരിച്ചിരിക്കുന്ന പാൻറ്, നമുക്കൊരു സംശയം. കാരണം അവൻ്റെ കൂടെയാണ് നമ്മുടെ ഇളയ കുട്ടിയും കിടന്നത്. അപ്പോൾ ഈ ഇളയ കുട്ടി ബെഡിൽ മൂത്രമൊഴിച്ചു. അപ്പോൾ ആ മൂത്രം നമ്മുടെ ഈ മൂത്ത കുട്ടിയുടെ പാൻറ്റിൽ പറ്റിയിട്ടുണ്ട്. നമുക്കൊരു സംശയം. മണത്ത് നോക്കിയിട്ടൊന്നും മൂത്രത്തിൻ്റെ ഒരു മണമൊന്നുമില്ല. എങ്കിലും നമ്മൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അവൻ്റെ പാൻറ്റും ഈ പൈപ്പിന്റെ താഴെ വെച്ച് കഴുകിയിട്ട് വേണം വാഷിംഗ് മെഷീനിലേക്ക് ഇടാൻ. ഞാൻ പറഞ്ഞതിൻ്റെ ആ പൊരുൾ മനസ്സിലായി കാണുമല്ലോ? മനസ്സിലായോ?
കാരണം ഇത് നമ്മൾ ആരും ശ്രദ്ധിക്കില്ല. ഇത് അവിടെ നിന്ന് ഒരു ബാത്റൂമിൽ കുറച്ച് തുണിയുണ്ട്, അവിടെ നിന്ന് എടുത്തു, ഡോറിന്റെ പുറകിൽ കുറച്ച് ഉടുപ്പുണ്ട്, അതെടുത്തു, എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് വാഷിംഗ് മെഷീനിലിട്ട് കുറച്ച് സോപ്പ് കൂടിയിട്ട് അങ്ങോട്ട് അടച്ച് സെറ്റ് ചെയ്തിട്ട് പോവുക. കുറച്ച് നേരം കഴിയുമ്പോൾ അലക്കിയൊക്കെ വരും, നല്ല വെളുത്തിട്ടുണ്ടാകും, നല്ല സോപ്പ് പൊടിയുടെ മണമൊക്കെ ഉണ്ടാകും. പക്ഷേ നജസ് പോയിട്ടുണ്ടാവാൻ സാധ്യത ഇല്ല. ആ കാര്യം പ്രത്യേകം എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നജസ് ഉണ്ടാവാൻ സാധ്യതയുള്ള വസ്ത്രം, ആ വസ്ത്രം സെപ്പറേറ്റ് കഴുകി നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടാവൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ നിസ്കാരം മറ്റ് ഇബാദത്തുകളൊക്കെ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ വസ്ത്രത്തിലും നമ്മുടെ ശരീരത്തിലും എന്താവാൻ പാടില്ല, നജസ് ഉണ്ടാവാൻ പാടില്ല. ഇനി ഒരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ ഉണർത്തുകയാണ്. അതായത് നമ്മുടെ വീട്ടിൽ ചെറിയ മക്കളുണ്ട്, അവർ നമ്മുടെ ടൈലിലൊക്കെ മൂത്രമൊഴിക്കും അല്ലേ, അവർ മൂത്രമൊഴിച്ച് കാണും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വൃത്തിയാക്കുന്നത്? സാധാരണ 2 വയസ്സ് വരെ ആൺകുട്ടിയുടെ മൂത്രം നജസ് അല്ല എന്നാണ്. 2 വയസ്സ് വരെ ആൺകുട്ടിയുടെ മൂത്രം നജസ് അല്ല. പക്ഷെ അവൻ സിങ്കോവിറ്റോ അല്ലെങ്കിൽ പാരസിറ്റാമോളിൻ്റെ സിറപ്പോ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുട്ടിക്ക് ഇവിടെ ഒരു ചൊറി പോലെ വന്നു, അല്ലെങ്കിൽ പനി വന്നു, ഇടക്ക് 6-ാം മാസത്തിൽ പനി വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വീര്യം കുറഞ്ഞ പാരസെറ്റമോളിൻ്റെ ഈ ഫില്ലർ മുക്കി കൊടുക്കുന്ന സിറപ്പാണ്. അല്ലെങ്കിൽ 2 വയസ്സ് വരെ കുട്ടിക്ക് കാൽസ്യം കിട്ടണം, അല്ലെങ്കിൽ അതിൻ്റെ കുറേ വൈറ്റമിൻ കിട്ടണം, അതിന് സിങ്കോവിറ്റ് എന്ന് പറഞ്ഞ മരുന്ന് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. അതാണ് അങ്ങനെ പറഞ്ഞത്. ഈ ചെറിയ കുട്ടികളുടെ ഉമ്മമാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലായി കാണും. ആ സിങ്കോവിറ്റ് എപ്പോഴും നിങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള വിറ്റാമിൻ മരുന്ന് കൊടുക്കണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ 2 വയസ്സാകുന്നതിനൊക്കെ മുമ്പ്, ഇപ്പോൾ 4 മാസം 5 മാസം ആകുമ്പോൾ തന്നെ നമ്മൾ ഈ ബനാന റാഗി പൗഡർ, റാഗിപ്പൊടി, അത് പിന്നെ കണ്ണങ്കായ പൊടി, അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് കുറുക്കാക്കിയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഈ ചർച്ചയുടെ ആവശ്യമില്ല. 2 വയസ്സ് വരെ ഉമ്മയുടെ മുലപ്പാലല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടില്ലാത്ത കുട്ടി, അങ്ങനത്തെ കുട്ടിയെ ഇന്ന് കാണാൻ പാടാപ്പാട് പെടും. പണ്ടൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം, പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ പോളിയോ കൊടുക്കും അല്ലേ, ചെറിയ കുട്ടികൾക്ക് പോളിയോ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ മരുന്നുകൾ ഇങ്ങനെ കൊടുക്കാറുണ്ട്, കുറുക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് ഈ ചർച്ച നമുക്ക് ആവശ്യമില്ല. എന്ത്? നജസാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, കിതാബിൽ കാണുന്നത് 2 വയസ്സുവരെ ഉമ്മയുടെ മുലപ്പാല് മാത്രം കുടിച്ചിട്ടുള്ള ആൺകുട്ടിയുടെ മൂത്രം നജസല്ല. അത് നമുക്ക് വെറുതെ തുണി കൊണ്ടെടുത്ത് ഒപ്പിക്കളഞ്ഞാലും മതി, അവിടെ പ്രത്യേകിച്ച് കഴുകേണ്ട ആവശ്യമില്ല. പിന്നെ 2 വയസ്സുവരെ പെൺകുട്ടികളുടെ മൂത്രം എന്തായാലും അവിടെ നജസാണ്, അവിടെ വേറെ ചർച്ച ഒന്നുമില്ല, എന്തായാലും നജസാണ്. അതുപോലെ തന്നെ ഈ ഒരു കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടെ മൂത്രവും നജസാണ്. അപ്പം അങ്ങനെ നമ്മുടെ കുട്ടികൾ മൂത്രം, ഇനിയിപ്പോൾ 2 വയസ്സല്ല, 5, 6, 7 വയസ്സാവട്ടെ, ഒരു കുട്ടി മൂത്രമൊഴിച്ചു പോയി, നമ്മുടെ ടൈലിൽ വീണു, നമ്മൾ എങ്ങനെ വൃത്തിയാക്കും? ഒരു തുണി എടുത്ത് കൊണ്ടുപോയി അത് മൊത്തം ഒരു പ്രാവശ്യം തന്നെ വടിച്ചെടുത്താൽ അവിടെ ശുദ്ധിയാവില്ല. അവൾ ഒന്നുകൂടി മൂത്രം ഒന്നുകൂടി പരന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം അവിടെ ഒഴിക്കുക, എന്നിട്ട് ഒരു നല്ല തുണി, തോർത്തുകൊണ്ടോ എന്തെങ്കിലും തുണി കൊണ്ട് നല്ലപോലെ ഒപ്പിയെടുക്കുക. എന്നിട്ട് വീണ്ടും ആ തുണി കഴുകിയിട്ട് വീണ്ടും നമ്മൾ ഒരു 3 പ്രാവശ്യമെങ്കിലും ആ ഭാഗം ഒന്ന് തുടച്ചെടുക്കുമ്പോൾ ആ തുണി കൊണ്ടുപോയി കഴുകിയിട്ട് വേണം വീണ്ടും നമ്മൾ തുടക്കാൻ. അല്ലാതെ ഒരു ഒറ്റത്തൊട കൊണ്ട് അത് വൃത്തിയാവില്ല. ആ കാര്യമൊക്കെ ഇതൊക്കെ ഒരു മസാലകളാണ്, പ്രത്യേകം ഉമ്മമാർ ശ്രദ്ധിക്കണം. ആ കൂട്ടത്തിൽ പറയട്ടെ, നമ്മൾ ബെഡിലാണല്ലോ നമ്മളെല്ലാവരും കിടക്കുക. അപ്പോൾ ബെഡിൽ നമ്മുടെ കുട്ടി മൂത്രമൊഴിച്ചു പോയി എന്ന് വിചാരിക്കുക, മൂത്രമൊഴിച്ചു പോയി. അപ്പോൾ നമ്മൾ അതിൽ ബെഡിൽ ഇരുന്നിട്ട് നമുക്ക് നിസ്കരിക്കാം, അല്ലെങ്കിൽ ബെഡിൽ നമുക്ക് മുസല്ല വിരിച്ച് നിസ്കരിക്കാം. ബെഡിൽ മുസല്ല വിരിച്ച് നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ബെഡിൽ മൂത്രം ഉണ്ട്, അത് പിന്നെ ഉണങ്ങിപ്പോയി, പണ്ട് ഒരു മാസം മുമ്പെങ്ങാണ്ട് ഒഴിച്ച മൂത്രമാണ്, അത് ഉണങ്ങിപ്പോയി എങ്കിലും അവിടെ വിഷയം വരുന്നില്ല. അല്ലാതെ മൂത്രം അവിടെ കിടക്കുന്നുണ്ട്, മൂത്രമുണ്ട് നമുക്ക് ഉറപ്പായാൽ, ഒരു സ്ഥലത്ത് മൂത്രമുണ്ട്, അവൻ്റെ പാടുണ്ടെന്ന് മനസ്സിലായാൽ ഒരല്പം വെള്ളം അത് നമ്മൾ കൊണ്ടുപോയി ഒഴിക്കുക. അത് ആ ഭാഗത്ത് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ, ബെഡാണ് കേടായി പോകരുത്, അതുപോലെ പെട്ടെന്ന് തന്നെ അത് നമ്മൾ തുടച്ചെടുക്കണം. അങ്ങനെ പരമാവധി അതിൻ്റെ ആ ഒരു സ്മെല്ല് അല്ലെങ്കിൽ അതിൻ്റെ കളർ പോകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, അത് തുടച്ചെടുക്കുക. എന്നാൽ അത് നമുക്ക് വൃത്തിയായി കിട്ടും. പിന്നെ ബെഡിൽ മുസല്ല വിരിച്ച് നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കതിന് അങ്ങനെ കിടന്ന് പെടാപ്പാട് പെടണ്ട. നമുക്ക് തറയിൽ വൃത്തിയാണെങ്കിൽ അവിടെ മുസല്ല വിരിച്ച് നിസ്കരിക്കാം. അപ്പോൾ ഏകദേശം മസാലകളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനിയും ഇതുപോലെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവാം, നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഇൻഷാ അല്ലാ സമയം പോലെ സാഹചര്യം പോലെ അതിനുള്ള മറുപടിയൊക്കെ നമുക്ക് തരാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ആ കൂട്ടത്തിൽ ഈ വസ്ത്രം അലക്കുന്ന ഉമ്മമാരെ, മീൻ മുറിക്കുന്ന ഉമ്മമാരെ, അതുപോലെ അലക്കുന്ന ഉമ്മമാരെ,
വീട്ടുജോലി ചെയ്യുന്ന ഉമ്മമാരെ, അടിച്ചു വാരുന്ന ഉമ്മമാരെ, ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് ജോലി, വീട്ടുജോലി, അടുക്കള ജോലി എന്ത് ചെയ്താലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടാണ് ആ ജോലി നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ അറിയുക പോലുമില്ല ആ ജോലി വേഗത്തിൽ അല്ലാഹു തആല തീർത്തു തരും. അതിലൊരു ബർക്കത്ത് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ചോറ് വെക്കാൻ പോകുന്നു, മീൻകറി വെക്കാൻ പോകുന്നു, ഇറച്ചിക്കറി, പല സ്ത്രീകൾക്കും പല രൂപത്തിൽ. ചില ആളുകൾ വേഗത്തിൽ കറി വെക്കും, ചില ആളുകൾക്ക് ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പൊ എന്ത് നമ്മൾ ജോലി ചെയ്താലും, അലക്കാനാവട്ടെ മറ്റെന്ത് ജോലി ചെയ്താലും, അത് ആണുങ്ങളും പെണ്ണുങ്ങളും എന്ത് ജോലിയാവട്ടെ, നമ്മൾ ജോലി ചെയ്യുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹി, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നതിന്റെ ഇടക്കാവട്ടെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ നമ്മൾ പറഞ്ഞാൽ, ഒരു വട്ടം പറയും, ഒരു വട്ടമെങ്കിലും പറഞ്ഞാൽ ആ ജോലി വേഗത്തിൽ നമുക്ക് തീർക്കാൻ പറ്റുമെന്നാണ്. അള്ളാഹു അതിലൊരു ബറക്കത്ത് തരും, ഒരു എന്താ പറയാ, ഒരു വേഗത തരും, ഒരു സഹായം അള്ളാഹിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ആ കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരും ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നാളെ മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.